ഇപ്പോൾ താരപുത്രന്മാരൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സാറിന്റെ മക്കളെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ സിനിമ ഫീൽഡിൽ? എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലെന്നല്ല അവരോട് ചോദിക്കണം. സാർ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സപ്പോർട്ട്. അങ്ങനെയൊന്നും ഇതൊരു ആഗ്രഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ അവർ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അവസ്ഥയിൽ സപ്പോർട്ട് ചെയ്യാതെ തന്നെ വരണം. എന്നാരും സപ്പോർട്ട് ചെയ്തില്ല. എൻ്റെ അച്ഛനും അമ്മയും എതിർത്തില്ലെന്നേ ഉള്ളൂ. അവരും ഞാൻ എതിർക്കാൻ പോകുന്നില്ല. അപ്പോൾ അവർ പഠിക്കുന്ന കോഴ്സുകൾ, അവർ തിരഞ്ഞെടുക്കുന്ന സ്റ്റഡീസൊന്നും ഞാൻ അവരോട് എതിർത്തിട്ടില്ല. അത് ശരിയാണെങ്കിൽ ശരി, അവർക്ക് തോന്നുന്നില്ല. അവരുടെ ലൈഫാണ് അവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അത് നമ്മളതിനകത്ത് ആവശ്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്ത്, അതും നമ്മുടെ സ്വാർത്ഥതയാണ്. അവിടെ പഠിക്കാൻ പാടില്ല, എനിക്ക് രാവിലെ നിന്നെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ അവർക്ക് പഠിക്കണ്ടേ? അത് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുന്നതാണ് നല്ലത്. എപ്പോഴെങ്കിലും അഭിനയത്തിന് പകരം വക്കീൽ പണി മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ വക്കീൽ പണിയെ തുടങ്ങിയതേ അഭിനയിക്കാനൊരു മാർഗം തേടിയ. കാരണം അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വക്കീൽ പണി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വക്കീൽ പണിക്ക് പോയാളാണ്. അഭിനയിക്കാൻ ചാൻസ് ഉള്ളിടത്തോളം കാലം വക്കീൽ പണിയെപ്പറ്റി ഞാൻ ഏതായാലും ചിന്തിക്കുന്നില്ല. അത് മാത്രമല്ല, ഞാൻ 10-22 വർഷം പുറകിലായി. എൻ്റെ കൂടെയുള്ള ആൾക്കാർ മുഴുവൻ അത്രയും പ്രാക്ടീസും അത്രയും വലിയ വക്കീലന്മാരായിട്ട് ഞാൻ ചെന്നിട്ട് അവസാനം ലാസ്റ്റ് ഗൂസനിലുള്ള റോളിൽ അഭിനയിക്കേണ്ടി വരും. അത് വലിയ ബുദ്ധിമുട്ടാണ്. വക്കീൽ പണി ഇനി വയ്യ. നല്ല പണിയാണ്, പക്ഷേ എനിക്കിഷ്ടമാണ് വക്കീൽ പണി. അല്ലേ? അച്ഛൻ വക്കീലായിരുന്നല്ലേ? നല്ല പ്രൊഫഷനാണ്, നല്ല ബോൾഡ്, നല്ല രസമുള്ള പ്രൊഫഷനാണ്. എനിക്കിഷ്ടമാണ്. ഞാനിപ്പോഴും ഈ എന്താ പറയുക, ഈസ്റ്ററിന് വിഷുവിന് ഞാൻ എൻ്റെ പഴയ വക്കീൽ ഓഫീസിൽ പോയിരുന്നു. ശ്രീധരൻ വക്കീലിൻ്റെ അടുത്ത് പോയിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ ഓഫീസും ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസൊക്കെ ഉണ്ട്. മൊത്തം ഞാൻ കണ്ടു, മൊത്തം അഡ്വാൻസ്ഡായി. പിന്നെ എല്ലാം ഇപ്പോൾ ഒരുപാട് ലോയും ബുക്കും നമ്മൾ നിരത്തി വെക്കേണ്ട, എല്ലാം CD റോമിലാണ്. അങ്ങനെ CD റോം റെഫറൻസ് അല്ലെങ്കിൽ മെമ്മറി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇമെയിൽ അയച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രൊഫഷൻ വല്ലാണ്ട് ടെക്നിക്കലി മോഡേണൈസ്ഡ് ആയിപ്പോയി. നല്ലതാണ്. ഇപ്പോൾ അഭിനയത്തിലെ ഒരു റൈവൽ ക്യാരക്ടർ പറഞ്ഞ മോഹൻലാലായിട്ട് വരുമ്പോൾ രണ്ടുപേരും കൂടി അഭിനയിക്കുമ്പോൾ അത് ഇടയ്ക്ക് അങ്ങനെ എക്സ്പ്രസീവായിട്ട് വരാറുണ്ടോ? ലൈക്ക് ഹരികൃഷ്ണൻസിലെ ശരിക്കും മുഖത്ത് നോക്കിയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ട്. തമാശയല്ലേ? അല്ലാതെ എക്സ്പ്രഷൻ വരാറുണ്ടോ? എങ്ങനെ ആളെ കാണുമ്പോൾ? അല്ല, അങ്ങനെ ഇപ്പോൾ ആരോട് അഭിനയിക്കുമ്പോൾ നമ്മൾ ആ ക്യാരക്ടേഴ്സ് ആക്സിഡന്റലി മനസ്സിലുള്ള അങ്ങനെയൊന്നും ആരോടും ഇല്ല. അങ്ങനെ ഒരു ആക്ടറെ അടുത്ത് നമ്മൾ പേഴ്സണാലിറ്റി എനിക്ക് വരാൻ ആരോടും ഇല്ല. എൻ്റെ ആവശ്യമില്ല. കാരണം അവരാരും എന്നെ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ തന്നെ അവരെ ഉപദ്രവിക്കും. പിന്നെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. അല്ലാണ്ട് വേറെ ബേസിക്കലി പേഴ്സണൽ ആയിട്ടൊന്നും സിനിമയിലും ഇല്ല, വെളിയിലും ഇല്ല. എൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ആളുകളോട് ഇപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പോൾ ഈ സിനിമയിൽ ഉണ്ടല്ലേ കുറേ പേര്, കഴിഞ്ഞ സിനിമയിലും ഉണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മൾ സൗഹൃദമായിട്ട് തന്നെ നിന്നാലേ പറ്റുള്ളൂ. കാരണം അവരൊക്കെ നമ്മുടെ കൂടെ ഈ ഫ്രെയിമിലുള്ളവരല്ലേ. അത് ഈ കോൺട്രിബ്യൂട്ടറി ആക്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഞാൻ അഭിനയിക്കുന്നത്, എൻ്റെ അഭിനയം ഒരാൾ അടുത്ത് നിൽക്കുന്ന നടന് ഇൻസ്പിറേഷൻ ആവണം. അതേപോലെ മറ്റേ ആക്ടറുടെ ആക്ടിങ് എനിക്ക് ഇൻസ്പയർ ചെയ്യുന്നതാണ് കോൺട്രിബ്യൂട്ടറി ആക്ടിങ്. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ നമ്മളെ അഭിനയം അയാൾക്ക് സഹായകമാകുന്നുണ്ട്, അല്ല അയാളുടെ അഭിനയം എനിക്ക് സഹായം. അങ്ങനെ തന്നെ പറ്റുള്ളൂ. രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്നും നടക്കത്തില്ല.